നമ്മൾ നേരെ പോയത് കോൺവെക്കേഷൻ വെന്യൂയിലാണ്. അവിടെ നാളത്തെ പരിപാടിയുടെ സംഭവങ്ങളൊക്കെ അറിയാനായി പോയതാണ്. ലാസ്റ്റ് ടൈം സെയിം വെന്യൂ ആയതുകൊണ്ട് തന്നെ സ്ഥലം അത്യാവശ്യം പരിചയമായിരുന്നു. ഇതാണ് ഓഡിറ്റോറിയത്തിന്റെ വ്യൂ. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഓഡിറ്റോറിയം ആണ്. നാളത്തെ ഇവിടുത്തെ അറേഞ്ച്മെന്റ്സ് ആണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. ഞങ്ങൾ നേരെ ഞങ്ങളുടെ ഡ്യൂട്ടീസിലേക്ക് കടന്നു. ഇദ്ദേഹം ജ്യോതിക, ജൂനിയേഴ്സിനെ സ്വന്തം ചെയ്യുന്നു. ജൂനിയേഴ്സ് മാത്രമല്ല കേട്ടോ, സീനിയേഴ്സും തന്റെ കൈപ്പിടിയിലാണ്. എന്റെ ടീം പാരന്റ്സ് മാനേജ്മെന്റ് ആയിരുന്നു. ഞങ്ങളുടെ ഡ്യൂട്ടി ആയിരുന്നു ഈ കാണുന്ന അറേഞ്ച്മെന്റ്സ് ഒക്കെ. അങ്ങനെ കഷ്ടപ്പെട്ട് പണിയെടുത്തതിന്റെ ഒരു ക്ഷീണത്തിൽ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി. ഞങ്ങൾ നടന്ന് ലാസ്റ്റ് ഒരു കട ഒന്നും നോക്കി കണ്ണു കൂട്ടി ആ കടയിൽ തന്നെ കയറി. നല്ല ചൂട് പൊറോട്ടയും പെപ്പർ ചിക്കനും. ആഹാ, അന്തസ്. വിശപ്പുണ്ടാണോന്നറിയില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ തിരിച്ചു വന്ന ഫുഡിന്റെ ഹാങ് ഓവറിൽ കുറച്ചേരം റെസ്റ്റ് എടുത്ത് ഞങ്ങളുടെ പണിയൊക്കെ നേരത്തെ കഴിഞ്ഞുകൊണ്ട് ഇന്ന് കുറേ നേരം അവിടെ വെറുതെ ഇരുന്ന സമയങ്ങളും. ബാക്കി ഇന്ന് മൊത്തം സീനിയേഴ്സിന്റെ നാളത്തേക്കുള്ള ഗ്രാജുവേഷന്റെ പ്രാക്ടീസ് ആയിരുന്നു. അവരുടെ ലൈഫിലെ ഏറ്റവും ബെസ്റ്റ് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നാളെ ആയിരിക്കും, ഗ്രാജുവേഷൻ ഡേ. സെലിബ്രേഷൻ ഏതുമായിക്കോട്ടെ, പക്ഷെ നാളത്തെ അസൈൻമെന്റ് ആണ് എനിക്ക് വലുതെന്നാണ് പൂജയുടെ വാദം. അങ്ങനെ അന്നത്തെ അവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് എല്ലാവരും ബസ് കാത്തിരിക്കുകയാണ്. അങ്ങനെ കാത്തു നിന്ന ബസ് വന്നു. ബസ്സിൽ കയറി ഞങ്ങൾ ഹോസ്റ്റലിലേക്ക് പോയി. ലേറ്റ് ആയതുകൊണ്ട് തന്നെ ഹോസ്റ്റലെല്ലാം അടച്ചിട്ടുണ്ട്. അങ്ങനെ ഉറങ്ങിയ വാർഡനെ കുത്തിപ്പൊക്കി എണീപ്പിച്ച് ഞങ്ങൾ ഹോസ്റ്റലിലേക്ക് കയറി. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ വീഡിയോ. ഞാൻ രാവിലെ എണീറ്റ് റെഡി ആവാൻ തുടങ്ങി. പറ്റിയ ഷർട്ടൊന്നും കിട്ടാത്തതുകൊണ്ട് അങ്ങനെ ഒരു ഷർട്ട് കടം വാങ്ങിയിട്ട് ഞങ്ങൾ അവിടെ എത്തിയിട്ടും ബസ് എത്തിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ബസ് വന്നപ്പോൾ തന്നെ ബസ്സിൽ ഓടിക്കയറി. ഫ്രണ്ട്ഷിപ്പിനേലും വലുതാണ് നമുക്ക് സൈറ്റ് സീയിങ്. So we chose to be seated separately. 3 hours later. അങ്ങനെ ഒരുപാട് നേരത്തിന് ശേഷം ബസ് എടുത്തു. പോണ വഴി പഠിച്ച ഡാൻസ് ഒക്കെ ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കി. കാരണം നമുക്ക് ഡാൻസ് മികച്ചൊരു ഇതാക്കണമല്ലോ. അങ്ങനെ ഡെസ്റ്റിനേഷൻ എത്തി. നേരെ പോകുന്നത് ഗ്രീൻ റൂമിലേക്കാണ്. അവിടെയാണ് ഞങ്ങളുടെ സാധനങ്ങളൊക്കെ വെക്കാൻ സ്ഥലം കണ്ടത്. ഒക്കെ ഗ്രാജുവേറ്റ്സിന് കൊടുക്കാനുള്ളതാണ്. അങ്ങനെ സമയം പോകുന്തോറും ഗ്രാജുവേറ്റ്സ് ഓരോന്നായി വന്നു തുടങ്ങി. പാരന്റ്സ് ആണെങ്കിൽ അവരേലും മുന്നേ എത്തി. വോളണ്ടിയേഴ്സ് എല്ലാവരും അവരവരുടെ പണികൾ ചെയ്യാനും തുടങ്ങി. എന്റെ ടീമിന്റെ ജോലിയായിരുന്നു ഈ ഓഡിറ്റോറിയത്തിലേക്ക് പാരന്റ്സിന് അലോട്ട് ചെയ്ത സീറ്റിൽ അവരെത്തിക്കുക എന്നുള്ളത്. ഇതാണ് നമ്മുടെ സ്വന്തം ജൂനിയേഴ്സ്. അടുത്ത വീഡിയോയിൽ ക്യാമിയോ റോൾ തരണമെന്ന് നേരത്തെ പറഞ്ഞു വെച്ചുകൊണ്ട് ഞാൻ അവരെ മറക്കാണ്ട് ആഡ് ചെയ്തതാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ മോർണിംഗ് സ്നാക്സ് ഒക്കെ കൊടുത്തു തുടങ്ങി. ഭയങ്കര തിരക്കായിരുന്നു. മീൻവൈൽ ഗ്രാജുവേറ്റ്സിന് വേണ്ട വെള്ളമൊക്കെ അറേഞ്ച് ചെയ്ത് സെറ്റാക്കിയ ശേഷം ഞങ്ങൾ സ്നാക്സ് കഴിക്കാൻ പോയി. പിന്നെ ഗ്രാജുവേറ്റ്സ് ഒക്കെ ഗൗണൊക്കെ ഇട്ട് സെറ്റായി. അവരുടെ വൺ ഓഫ് ദ മോസ്റ്റ് പ്രഷ്യസ് മൊമെന്റിലേക്കുള്ള ചുവടുകളാണ്. ഒഫീഷ്യൽ പരിപാടികളെല്ലാം സ്റ്റാർട്ടായി തുടങ്ങി. പ്രൊസഷൻ സെറമണി ആയിരുന്നു ആദ്യം. ഗ്രാജുവേറ്റ്സ് റെഡി, ടീച്ചേഴ്സ് റെഡി. ഈ ഒരു മൊമെന്റ് കാണുമ്പോൾ തന്നെ മനസ്സിന്റെ ഉള്ളിൽ ഒരു ഹാപ്പിനെസ് ആണ്. അവർ ഇത്രയും നാൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുത്തതാണ്. ലിറ്ററലി ഐ ഫെൽ ഗൂസ് ബംപ്സ്. ഒക്കെ കഴിഞ്ഞു വന്നപ്പോഴത്തേനും ഉച്ചയായി. ഫുഡ് കഴിക്കാനായി തൊട്ടടുത്തുള്ള ഒരു വനിത ഹോട്ടലിൽ കയറി. നല്ല അടിപൊളി ഊണ് കഴിച്ചു. വർത്ത് എവറി പെന്നി. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് അവിടെ എത്തിയപ്പോഴത്തേനും
ഓത്ത് സെറമണി ആയിരുന്നു. പിന്നെ എല്ലാ വർഷത്തെ ടോപ്പേഴ്സിനെയും ആദരിക്കുന്ന ചടങ്ങ്. ഇതെല്ലാം കഴിഞ്ഞ് കൾച്ചറൽസ് ബിഗിൻ ചെയ്തു. ഇറ്റ് ഓൾ ബിഗിൻ വിത്ത് സാരി ഡാൻസ്. ഇതിനുശേഷം SIDസിലെ സ്റ്റുഡൻസ് കാത്തിരുന്ന ടീച്ചേഴ്സിന്റെ പരിപാടിയായിരുന്നു. ആൻഡ് they nailed all of them. ഇതൊക്കെ കഴിഞ്ഞിട്ടായിരുന്നു നമ്മളുടെ ഡാൻസ്. അങ്ങനെ ഡാൻസ് ഒക്കെ കഴിഞ്ഞ് വി വെന്റ് ഫോർ ഡിന്നർ. ബുഫേ ആയിരുന്നു. വിശപ്പ് കാരണം വീഡിയോ എടുക്കാനെന്ന് ഞാൻ പറഞ്ഞു. ആൻഡ് ഐസ്ക്രീം വിത്ത് ഗുലാബ് ജാമുൻ വാസ് സോ ഗുഡ്. 2-3 എണ്ണം വാങ്ങിയിട്ടുണ്ട്. ആൻഡ് വി വൈൻഡഡ് ഇറ്റ് ഓൾ വിത്ത് എ DJ പാർട്ടി. കഴിഞ്ഞ് ബസ് കാത്തു നിന്നു. ലാസ്റ്റ് ഞങ്ങൾ ഹോസ്റ്റലിലേക്ക് എത്തി. അപ്പോഴും പാടില്ല. നെക്സ്റ്റ് ഡേ ക്ലാസ്സിൽ കയറാനുള്ളതുകൊണ്ട് ഉറക്കം കിട്ടില്ല മര്യാദക്ക്. സോ അത് നെക്സ്റ്റ് ഡേ ക്ലാസ്സിൽ പോയി ഉറങ്ങി തീർത്ത്. അപ്പൊ അത്രേ ഉള്ളൂ.